പരിപാടിക്ക് മുമ്പ് റെഡി ആവുന്നതിന് മുമ്പ് ചിക്കുവിൻ്റെ കലാപരിപാടി ആരംഭിച്ചു. ആദ്യത്തെ ചിക്കുവിൻ്റെ കലാപരിപാടിയാണ്. ഇത് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നത്തിലാവും ഞാനും രസപ്പെട്ടിരും. അപ്പം അതുകൊണ്ട് ആദ്യമേ എൻ്റെ കാര്യം പല്ലേ ചോന ഇനി വേമ്പാ ഒരു പ്ലേറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ മാമോദീസ ബോക്സ് ഇതാണ്. എസക്കിയലിൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകണം. ഇന്നലെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തത് കൊണ്ട് നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പള്ളിയിടാനുള്ള ഡ്രസ്സ് ഇവിടെയുണ്ട്. മാളും ചിക്കനാണ് കഴിക്കുന്നത്. ദോശ ചമ്മന്തി. ചിക്കന് വേണ്ടി കഴിഞ്ഞോ? ഇത് ചിക്കുവിനെ പിള്ളേരെയൊക്കെ ഒരുക്കാനായിട്ട് വന്നിരിക്കുന്ന അടിമാലിലെ പ്രമുഖ ബ്യൂട്ടി പാർലർ ഉടമയും നമ്മുടെ ഫ്രണ്ടും കൂടിയായ മഞ്ജുവാണ്. ഐശ്വര്യ ബ്യൂട്ടി പാർലറിൻ്റെ നടത്തുന്ന ആളാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, റെഡിയാൻ തുടങ്ങുന്നു. ജോണിക്കുട്ടി ആസ് യൂഷ്വൽ എല്ലാവരും ഓരോരോ പരിപാടിയിലാണ്. സമയം ഒന്നും ആയില്ല, 8 മണിയായിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. 11 മണിക്കാണ് പള്ളിയിലെ പരിപാടികളൊക്കെ. ഞാൻ റെഡി ആയിട്ടില്ല. ചിക്കു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് അത്യാവശ്യ പരിപാടികളൊക്കെ തീരാറായി, നടന്നുകൊണ്ടിരിക്കുന്നു. സമയം 8 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പോകുന്നോളം വരെ നമ്മുടെ വണ്ടി ഇതാണ്. ഇന്നലെ വന്നതേ ഉള്ളൂ. സാന്റപ്പി എന്നാ പരിപാടി രാവിലെ ഈ കാലിക്കുപ്പിയൊക്കെ ആയിട്ട്? എന്താടേ ഒരു വഴിക്ക് പോകുമ്പോൾ കുപ്പി പോലും നീ നല്ല വെതറാന്ന് തോന്നുന്നല്ലേ. ഫൈനൽ ടച്ചപ്പിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ പപ്പ. ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു. പക്ഷേ പപ്പ ഞാൻ വീഡിയോ എടുത്താൽ ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു. പെട്ടെന്നായിരുന്നു സ്ട്രോക്കൊക്കെ വന്നത്. പപ്പ അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രോക്കിൽ നിന്നൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും വീണു. ഷോൾഡറിന് പൊട്ടലുണ്ട്, കഴുത്തിന് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ മാമോദിസ ബേബി നീ കണ്ടോ? കണ്ടോ? എസക്കിയലിന് കണ്ടോ? കണ്ടോ? ഇത് നമ്മുടെ ബ്യൂട്ടീഷ്യൻ്റെ സാധന സാമഗ്രി, ടൂൾസുകൾ. ചക്കിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മഞ്ജു ചേച്ചി എന്നാ ചെയ്യണേന്നുള്ള അല്ലേ? എനിക്ക് തോന്നി ഇവിടെ സൈഡ് പിടിച്ചിട്ടോ. ആണോ? ജോണിക്കുട്ടി എന്നാ കഴിക്കുന്നേ? ദോശയാണോ? അപ്പാണോ? അത് ദോശ. ജോണിക്കുട്ടി ദോശ ഇഷ്ടപ്പെട്ടില്ലേ? അതായത് ഈ ടൈപ്പ് ദോശയുണ്ട്, പേപ്പർ ദോശ വേറെയുണ്ട്. നിങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന പേപ്പർ ദോശയല്ലേ, അത് നെയ് റോസ്റ്റ് പോലത്തെ. ഇത് സാധാ ദോശ. കൊച്ചിന് വേണ്ട പൊറോട്ട വേണോ? ഓക്കെ. ജോണിക്കുട്ടിയുടെ വക കസേര അടുക്കി വയ്ക്കലാണ്. അത് ജീപ്പ് മാറ്റി പപ്പ മാറ്റിയിടും. ഇപ്പം തന്നെ മാറ്റിയിടും. ആള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാളും ഇങ്ങനെ കൊച്ചുമായിട്ടിരിക്കുന്നത്. അടാ ഇവിടെ ഇരിപ്പണ്ടാ. എന്നാ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? ആണോ? ഫ്യൂച്ചറിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണല്ലേ? ഓ ഫൈനലായിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ. അടിപൊളി. ചക്കിയുടെ മൊത്തം എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ കല്യാണ വർക്കുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഐശ്വര്യ ബ്യൂട്ടി പാർലർ അടിമാലിൽ തന്നെ ഏറ്റവും വലിയ പാർലർ ഒന്നാണ്. ഓ ബേസിനെങ്കിൽ ജോണിക്കുട്ടിക്ക് ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തു വെക്കുന്നു. ഓ എങ്ങനെയാണ് ജോണിക്കുട്ടി? നല്ലതാണോ? പപ്പയ്ക്ക് ചെറിയ ചെയ്തു, എനിക്കും ചെയ്തു അല്ലേ? ഫൈനൽ മുടി അല്ലേ? ഇതായിട്ടില്ല കേട്ടോ. ജോണിക്കുട്ടി റെഡി ചെയ്യണ്ട. അങ്ങനെ ചക്കീനെയും ബേസിലെങ്കിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. പപ്പയുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എത്ര നമ്മൾ 10ാം ക്ലാസ് മുതലല്ലടാ? എത്ര വർഷമായി നമ്മൾ അംഗം തുടങ്ങിയിട്ട്? ജോണിക്കുട്ടി നോക്കി. ആഹാ അടിപൊളി. ഫുള്ള് കണ്ണടിയൊക്കെ വെച്ചോണാണല്ലോ.
അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചിക്കുവിന്റെ മുടി ഓൾമോസ്റ്റ് സെറ്റായി. ഒരു ഫാമിലി ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അതിൽ ഏറ്റവും ഇളയ ആളാണ് ഹസ്ബൻഡ്, 2 മക്കള്, 3 ചേട്ടനിയന്മാരാണ് അല്ലേ. ചക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാളുവിനെ റെഡിയാക്കുന്നു. ഇത് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയാണ്. പേര് പ്രിൻസി എന്നാണ്. അളിയൻ ജിജു. ഇവർക്ക് 3 മക്കളാണ്. 3 പേര്. നീ ഡിഗ്രി കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. എല്ലാവരും എൻ്റെ ഇളയതാണ് കേട്ടോ. അളിയന് ബിസിനസ് ആണ് നെടുങ്കണ്ടത്ത്. അളിയൻ ഓക്കെ. അപ്പം അളിയൻ ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് 2 പെങ്ങന്മാരേ ഉള്ളൂ. ആ 2 പെങ്ങന്മാരെ പരിചയപ്പെടുത്തി. പ്രിൻസി 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 എന്നെ ചക്കര ജോണിക്കുട്ടിയുടെ സമയത്ത് ജോണിക്കുട്ടിക്ക് വെച്ചതായിരുന്നു അല്ലേ? നമ്മൾ സൂക്ഷിച്ചു വെച്ചു. ചക്കരമുത്ത് അതെ അതെ. കുറച്ചുകൂടെ അവിടെ കാണുന്ന രീതിയിൽ ഇരിക്കണം. ചക്കി റെഡി ആയിട്ടോ. ചക്കിനെ കണ്ടായിരുന്നോ? ചക്കി അവിടെ കാരിലൊക്കെ പിടിച്ച് ചക്കി റെഡിയായി. റെഡിയായി. മാളും റെഡിയായി. ഒന്ന് ശരിപ്പിച്ചാൽ അവിടെ നിർത്തിയിരിക്കുക. മുത്തുമണിയാണോ? മുത്തുമണിയാണ്. ചക്കി വേണല്ലേ? അങ്ങനെ അവളെ ജസ്റ്റ് അവിടെ ഒന്ന് ഒരുക്കുന്നുള്ളത് നോക്കി ചുമ്മാ കുറച്ച് എന്നെ അപ്പഴം മുറ്റുമണി അപ്പഴം മുറ്റുമണി. നമ്മള് പള്ളിയിൽ പോകണ്ടേ? നമുക്ക് പള്ളിയിൽ പോകണ്ടേ? പള്ളിയിൽ പോകണ്ടേ? ആയിക്കോട്ടെ. ക്യാൻഡിൽ കൊടുത്തു. മാളെ കൂടെ വരണം. അപ്പൊ ഞങ്ങളിന്നാ പള്ളിയിൽ പോവാണ്. കേട്ടോ. അതാണ് മമ്മി. മമ്മി ക്യാമറയ്ക്കൊക്കെ മുന്നേ ഒരാഴ്ച മടിയാണ്. എല്ലാം സെറ്റല്ലേ? ശരിക്കും പറഞ്ഞ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ അങ്ങനെ പറ്റിയില്ല. അയ്യോ സത്യം. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം ഒന്നും നടക്കില്ല കേട്ടോ. കാരണം കറക്റ്റ് സമയത്ത് നമ്മൾ പള്ളിയിൽ ചെല്ലണം. സമയത്ത് പള്ളിയിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ നമ്മളിത് പുതിയ വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുവാണ്.
വാ 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 ഇങ്ങോട്ട് വാ ചിക്കു വാ പള്ളിയിലേക്ക് വരും വാ. തിരക്കാണ്, അതുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് പോവാണ്. വാ അവിടെ നടിക്കൊണ്ട് വാ, അല്ലേ നടിക്കൊണ്ട് വേ ചോട്ടില്ലേ. ഞാൻ നിൽക്കാം ഷാരോണേ. നടക്കുന്ന മാളുവിന്റെ തിരിയുമ്പോ കൈ കൊടുക്കുവോ? പിള്ളേർക്ക് അറിയാമോ? മാളുവിന്റെ ക്യാമ്പിലിപ്പോ അല്ല ചക്കിയിലിപ്പോ കൈ കൊടുക്കും. അത് ഒരുപാടൊക്കെ മറ്റേ ക്യാമ്പിൽ കൊച്ചിൻ്റെ മാമോദിസ പേര്, അതുപോലെ പള്ളിയിലെ റിയൽ നെയിം, ഇതെല്ലാം നമ്മൾ മാമോദിസയ്ക്ക് മുമ്പായിട്ട് പള്ളിയിൽ പൂരിപ്പിച്ച് കൊടുക്കണം. മാമോദിസ തീയതി ഇന്ന് നമ്മൾ നല്ല കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാട്ടോ. കറക്റ്റ് സമയത്ത് എത്തി, പക്ഷേ ഇച്ചിരി പെണ്ണി പോയി. ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനെ പൂർത്തിയാക്കണം. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസത്തിലൂടെ പാപക്കടകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ ഭൂദാസങ്ങളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായ ഉയർവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേകത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൗലോസ് മുദ്രിതനായിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൗലോസ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. വിശുദ്ധയുടെ ജീവപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവനെ ഇടയാവുകയും ചെയ്യട്ടെ. പൗലോസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു.
ബാപ്റ്റിസം അതേപോലെ കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ അടുത്ത് വന്നതാണ്. അച്ഛൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ ആദ്യപാനം എല്ലാം കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ബാപ്റ്റിസത്തിൻ്റെ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വാ വാളിയാ. അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് നേരെ എങ്ങോട്ടാണ്? വീട്ടിലേക്ക് പോവാണ്. ജോൺകുട്ടി മടുത്തു അല്ലേ? അങ്ങനെ ജോൺകുട്ടി ഇതായിട്ടോ ജാക്കറ്റ് എടുത്തിട്ടോ. പപ്പയ്ക്ക് വയ്യാത്തോണ്ട് പപ്പ വീട്ടിലാണ്. മമ്മിയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പോവാണ്. വാ ഇറങ്ങി കേട്ടോ, ഇറങ്ങി എല്ലാം സെറ്റായിട്ടുണ്ട്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ. ഓക്കെ, അപ്പോൾ ചിക്കു പോയി പാലൊക്കെ കൊടുത്തിട്ട് വെച്ചെടുത്തിക്കോ. ഓക്കെ വാ. ആണോ? എന്നാ ഓക്കെ വാ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പപ്പയും മമ്മിയും വീട്ടിലായിരുന്നു. അപ്പോൾ അവർക്ക് സ്തുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വാ നോക്കിട്ട് ചെല്ല. പപ്പയുടെ അടുത്ത് സ്തുതിയില്ല. പപ്പയ്ക്ക് മമ്മിക്ക് സ്തുതി കൊടുക്കുക. പപ്പയ്ക്ക് സ്തുതി കൊടുക്കുക. മമ്മിക്കും കൊടുക്കുക. മമ്മിക്കും കൊടുക്കുക. പപ്പയുടെ പിടിക്കാൻ പറ്റും. മടിയിൽ വെക്കണേ. മലബാർ കാറ്ററിംഗ് അല്ലേ? നമുക്ക് നോക്കാം. നമ്മൾ അവരുടെയാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ലൈവ് പൊറോട്ട, ലൈവ് അപ്പം, ഓംപ്ലേറ്റ്, പിന്നെ എന്താ ചേട്ടാ? ഫ്രൈഡ് റൈസ് അല്ലേ? അപ്പയ്ക്ക് സങ്കടം ഉണ്ടോ? എന്നാ സങ്കടം അല്ലേ? സന്തോഷമല്ലേ? സന്തോഷമാണോ? എല്ലാവരും ഇവിടെ ഒന്ന് കാണാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലായിടത്തും അങ്ങോട്ട് പോകണ്ടായിരുന്നോ? എന്നാ ശരിയാ കേട്ടോ. ഇതില്ല കുളി കൊച്ച് സൈഡിൽ നിന്നപ്പ പപ്പയുടെ സൈഡിൽ നിന്ന് പപ്പയുടെ കയ്യെ പിടിച്ചേക്കാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൂളിങ് വരും. നീ പപ്പനെ മമ്മീനെ ബ്രോ. ജോണിക്കുട്ടി വരാൻ പറയാ. അളിയനും പെങ്ങളുമാണ്, പിള്ളേരാണ്. അതെ. ഓക്കെ സോജി പിള്ളേർ അളിയനെന്തിയെ? അതല്ലേ എളുപ്പം. വേട്ടക്കാരനാണ്. വേട്ടക്കാരന്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഓക്കെ. മമ്മിയുടെ ചേച്ചി, അനിയത്തി, മക്കള്, കൊച്ചുമക്കള് ഒക്കെയാണ്. നല്ല ചൂടുണ്ട്, സാരമില്ല. ചൂട് നമുക്കേ ഉള്ളൂ, ഇവർക്കില്ല. ഓക്കെ അതിന് പറയാം. ഫോട്ടോ എടുക്കാൻ പരിപാടി കഴിക്കാം.
എന്തോ ഇത് ചിക്കന്റെ മമ്മി ഇത് മമ്മിയാണ്. ആദ്യം പറഞ്ഞ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, കാര്യമായിട്ടൊരു ചീസ് പറഞ്ഞോ. ഓക്കെ, ഇനി ഫോട്ടോ സൺമോം ഇപ്പം പപ്പയുടെ അനിയനും ഫാമിലിയാണ്. അങ്ങനെ നമ്മുടെ വേട്ടക്കാരൻ വന്നിട്ടുണ്ട് ഫിൻലൻഡിൽ നിന്നും മാതൃമാനെ ബാപ്റ്റിസ്റ്റ് കൂടാൻ വേണ്ടിട്ട്. കാര്യമായിട്ട് ചിരിച്ചപ്പോ ഫിൻലാൻഡ് മണ്ണുവിന്റെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് അവിടുത്തെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. അതിന് ശേഷം കണ്ടേക്കണം. അച്ചായത്തേക്ക് സ്പെഷ്യൽ കേക്ക് മുറിച്ചാലോ? കേക്ക് മുറിക്കുമല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരെയും ഒന്ന് ഊഷ്മളമായി സ്വാഗതം ചെയ്യണം. ഒന്ന് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ചെറിയ വെയിൽ നല്ല സാധനം ഒന്ന് ഊർജിതമാക്കാം. ഒന്ന് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ അടിപൊളിയാക്കാം. എല്ലാവർക്കും ചേർന്ന് വരുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ആളുകളുണ്ട്. ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം. വന്നാ അത് ഓടുക. ഇതിലോ ഓക്കെ, മതി മതി ഇനി മതി കേട്ടോ, കുഴപ്പമില്ല. കത്തിക്കണം, ഇതോടെ കത്തിക്കണം, ഇതോടെ കത്തിക്കണം. അതൊക്കെ കണ്ടുപോയി തീർന്നു നമ്മള്. ഓക്കെ, ഓക്കെ, മതി മതി മതി. ഓക്കെ, മതി മതി, കുഴപ്പമില്ല. ഓക്കെ, ഓപ്പൺ ഇത് ചെയ്തോ. ഇനി പോക്കോ. രാജേഷ് അടിമാലിയുടെ ഗാനമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആളാണ് പ്രിൻസ്.
വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ മേക്കപ്പ് ചെയ്ത് സുന്ദരനും സുന്ദരിമാരും ഒക്കെ ആക്കിയതിന് കേട്ടോ. ടാറ്റ ബൈ ബൈ. ഓക്കെ, നാളെ കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. ക്യാമറ ഒഴിവാക്കി ചക്കിട്ട് ചിരിയൊക്കെ മാറും. എസക്കോട്ടിന്റെ ആരൊക്കെയാണ്? എസക്കോട്ടിന്റെ പപ്പയുടെ 2 സിസ്റ്റേഴ്സിന്റെ മക്കളും കസിൻസ്, എല്ലാ കസിൻസും ഉണ്ട്. ഒന്നുപോലും മിസ്സിങ് അല്ല. 3 കുടുംബമാണ്. തെങ്ങറയ്ക്കൽ, വടക്കേൽ, റാത്തപ്പള്ളി. അപ്പൊ നമ്മൾ എത്ര പേരുണ്ട്? 4, 3, 7, 2, 9 പേര്. 9 പേര്. ചക്കി, നമ്മൾ എത്ര പേരുണ്ട്? നമ്മുടെ ഫാമിലി വലുതാണ്. 9 പേര്. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് അല്ലേ? കുഴപ്പമില്ലാണ്ട് അല്ലേ? അടിപൊളിയായി. സമ്മാനദാനാണോ? അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു കോർണറിൽ ഊഞ്ഞാലയിലിരുന്ന് സമ്മാനദാനം നടത്തുകയാണ്. അതെ അല്ലേ, മലബാർ കാറ്ററിംഗ്. അതെ, ഫ്രഷ് ആയിട്ട് വിളിച്ചവർക്കെല്ലാം ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റി. നല്ല അതെ, ഇതല്ല ഇപ്പം നിലവിൽ ഇവര് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ലീഡ് ചെയ്യുകയാണ്. എല്ലാരും എല്ലാം പാക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തിരക്ക് പറഞ്ഞ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ആകെ വിഷമം വെച്ചാൽ ഇത്രയും ഫ്രഷ് ഫ്ലവർ, ഇത്രയും നല്ല സംഭവം ഉണ്ടായിട്ട് ഇതൊന്നും യൂസ് ചെയ്തൊരു വീഡിയോയും ഷോർട്സൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. അങ്ങനെ നമ്മുടെ എസക്കുട്ടിന്റെയും ചക്കിയുടെയും പ്രോഗ്രാമെല്ലാം നമ്മൾ അടിപൊളിയായിട്ടാണ്. ആദ്യ കുർബാനയും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക് യു. ഡെക്കറേഷനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് ഫ്ലവർ ഒക്കെ ആയിട്ട് നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ചെയ്തു തന്നത്. ഫുള്ള് വൈബായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും നല്ലതായിട്ട് അങ്ങനെ എല്ലാം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പറ്റുന്ന പോലെ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയൽ വീഡിയോസ് കിട്ടുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഈ സംഭവമായിരുന്നു നമ്മൾ യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം കഴിയുമ്പോൾ ഒന്ന് കൊച്ചിനെ അതിൽ കിടത്തി മാക്സിമം എടുത്തിട്ടുണ്ട് അല്ലേ? ആ ഓക്കെ. ഈ സൈഡിൽ വാടാ, എടേ സൈഡിൽ വാടാ. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് സാധനങ്ങൾ അയച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിഷമമുണ്ട് അല്ലേ? അല്ലേ? എന്തൊരു ശോകമോ. ഇത്ര നേരം ഒരു വൈബ് ഫീൽ ആയിരുന്നു അല്ലേ? അതെല്ലാം കഴിഞ്ഞ് അയച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഇവരെല്ലാം പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തെ. വരുവാണെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ ഉണ്ടല്ലോ, ഈവനിങ് ആയിരുന്നു പൊളി വൈബ് എടുക്കുമല്ലേ? എന്താണ് നിങ്ങളെ പരിപാടി? കളിക്കുന്നു, പൂവൊക്കെ വെച്ച് കളിക്കുന്നു. ഇതെങ്ങനെ ഇതിന്റെ ഇടയിൽ നിന്ന് പൈനാപ്പിൾ ഉണ്ടായെന്നാണ് പിള്ളേർ ആലോചിക്കുന്നത്. അയ്യോ ഇതിനെ വരാത്തേ. ഇത് എവിടെ നിന്ന് വന്ന പൈനാപ്പിൾ എന്നറിയോ? മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയയിൽ നിന്ന് വന്ന പൈനാപ്പിളാണ്. അല്ല, ഒളിച്ചു വെക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല. ആ നേരത്ത് പൈനാപ്പിൾ പിടിച്ചോണ്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നിന്ന് ചുരുക്കൊണ്ട് പോകണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതിവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു ടെംപ്റ്റേഷൻ തോന്നിയാലോ അതിനെ എടുത്തുകൊണ്ട് പാക്ക് വെച്ചാ. പൈനാപ്പിൾ തിന്ന് ഞാനങ്ങ് മരിക്കുന്നു പറയാനുള്ള തട്ടിപ്പോയാലോ. അതല്ല, ഇന്നത്തെ ചിക്കനും ബീഫും എല്ലാം കഴിച്ചുള്ള ക്ഷീണം മാറെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പൈനാപ്പിൾ എത്തിയാലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ സമയം എത്രയായി? 6:45. എല്ലാ സാധനങ്ങളൊക്കെ പാർട്ടി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേല് നിർത്താൻ പോവാണ്. ഫാഷൻ ഫ്രൂട്ടാ. എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷെ ഒട്ടും പുളിയില്ല കേട്ടോ, നല്ല മധുരം. ആണോ? പിള്ളേർ എന്നെ എടുക്കും, നമുക്ക് നോക്കാം. പിള്ളേരെന്തോ തകൃതമായിട്ട് പരിപാടിയായിരുന്നു. പപ്പ വെളിയിൽപ്പുണ്ട്. എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ ആണോ? ഇന്നത്തെ വീഡിയോ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരുവിധം എന്തൊക്കെയോ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിള്ളേരെല്ലാം കളിച്ചു കിടക്കുന്നു. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്നത് അങ്ങനെ പല പല പരിപാടികളൊക്കെ നടക്കുവാണ്. ഇതിങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും മൈൻഡപ്പ് ചെയ്യണം. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ. ബൈ ബൈ.